മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലിൻ്റെ ഹിൽ വ്യൂ എന്ന വീട്ടിലേക്കുള്ള വഴിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. വീടിൻ്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല, അത്രമാത്രം തിരക്കാണ്. അവിടെ നിന്ന് നമുക്ക് ഒരു ഇൻട്രോ എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അത്രമാത്രം തിരക്കും വാഹനങ്ങളും ഒക്കെയാണ് അവിടെ. രാവിലെ മുതൽ തന്നെ ഒരുപാട് പേർ അമ്മയെ കാണുന്നതിന് വേണ്ടി, അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി എത്തുന്നുണ്ട്. ശ്രീ മോഹൻലാലും അദ്ദേഹത്തിൻ്റെ കുടുംബവും മകൻ പ്രണവും ഒക്കെ വീട്ടിനുള്ളിലുണ്ട്. ഒരുപാട് പേർ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവിടുത്തെ ആ ഒരു കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. തലസ്ഥാനത്ത് മോഹൻലാലിൻ്റെ വീട്ടിലേക്ക്, കുടുംബ വീട്ടിലേക്കാണ് ഇപ്പോൾ തിരുവനന്തപുരം ഒന്നടങ്കം. ഒരു പക്ഷേ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം എറണാകുളത്ത്, കൊച്ചിയിലെത്തി ആദരാഞ്ജലികൾ മോഹൻലാലിൻ്റെ അമ്മയ്ക്ക് അർപ്പിക്കാൻ സാധിക്കാത്ത പലരും ഇന്ന് തിരുവനന്തപുരത്തേക്കായിരിക്കും എത്തുക. കാരണം അത്രമാത്രം തിരക്ക് ആണ് തിരുവനന്തപുരത്തെ മോഹൻലാലിൻ്റെ ഹിൽ വ്യൂ എന്ന വീട്ടിൽ അനുഭവപ്പെടുന്നത്. വരുന്ന വാഹനങ്ങൾ നിയന്ത്രിക്കാൻ പോലീസുകാർ പ്രയാസപ്പെടുന്ന കാഴ്ച നമുക്ക് കാണാം. ഹിൽ വ്യൂ എന്ന വീട്ടിൽ അതിരാവിലെ തന്നെ മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ ഭൗതിക ശരീരം കൊണ്ടുവന്നു. മുടവൻമുകളിലാണ്, തിരുവനന്തപുരത്ത് മുടവൻമുകൾ, പൂജപ്പുര മുടവൻമുകൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വ്യൂ. റിപ്പീറ്റ്, തിരുവനന്തപുരത്ത് പൂജപ്പുര മുടവൻമുകൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ഹിൽ വ്യൂ എന്ന വീടുള്ളത്. മോഹൻലാലിൻ്റെ കുട്ടിക്കാലം മോഹൻലാൽ ചിലവിട്ടത് ഈ വീട്ടിൽ നിന്നാണ്. മോഹൻലാലിൻ്റെ വളർച്ചയുടെ ഓരോ പടവുകളും താണ്ടിയത് മുടവൻമുകളിലെ ഹിൽ വ്യൂവിലാണ്. വലിയ നടനൊക്കെ ആയി മാറിയപ്പോൾ ചെന്നൈയിലേക്കും കൊച്ചിയിലേക്കും താമസം മാറിയപ്പോഴും അമ്മ ശാന്തകുമാരി ഇവിടെ തന്നെയാണ് തുടർന്നത്. എത്ര തിരക്കുണ്ടെങ്കിലും അമ്മയെ കാണാൻ മോഹൻലാൽ ഇവിടെ എത്തിയിരുന്നു. മോഹൻലാലിൻ്റെ 3ാമത്തെ വയസ്സിലാണ് മുടവൻമുകളിലെ വീട് അച്ഛൻ വിശ്വനാഥൻ നായർ പണി കഴിപ്പിച്ചത്. അതിനു മുമ്പ് തിരുവനന്തപുരത്ത് വാടക വീട്ടിലായിരുന്നു താമസം. വീടിന് ഹിൽ വ്യൂ എന്ന് പേരിട്ടത് അദ്ദേഹത്തിൻ്റെ അച്ഛനാണ്. അന്ന് അവിടെ അധികം വീടുകളൊന്നുമില്ലാത്ത ഒരു ഒറ്റപ്പെട്ട സ്ഥലം പോലെയാണ്. അവിടെ ധാരാളം മലകളും അതുപോലെ പടിഞ്ഞാറ് ഭാഗത്ത് കടലും ഒക്കെയായി പ്രകൃതി ഭംഗിയുള്ള ഒരു ഭാഗത്താണ് ആ വീട്. അച്ഛനും അമ്മയും ജ്യേഷ്ഠനും ഞാനും അടങ്ങുന്ന ഞങ്ങളുടെ ചെറിയ കുടുംബത്തിന് ഹിൽ വ്യൂ ഒരു സ്വർഗം തന്നെയായിരുന്നു എന്ന് മോഹൻലാൽ അഭിമുഖങ്ങളിൽ പറയുമായിരുന്നു. അത് തന്നെയാണ് നമുക്ക് ഇവിടെ ഇന്നത്തെ ദിവസം ചെല്ലുമ്പോൾ ആ അമ്മയെ സ്നേഹിച്ചിരുന്ന ഒരുപാട് പേർ, പരിസരവാസികളായ ആൾക്കാർ, അതുപോലെ തന്നെ മോഹൻലാൽ എന്ന മഹാനടൻ്റെ സഹപ്രവർത്തകരായ മറ്റ് ചലച്ചിത്ര മേഖലയിലുള്ളവരൊക്കെ ഓടിയെത്തുകയാണ് മോഹൻലാലിൻ്റെ അമ്മയെ ഒരു നോക്ക് കാണാൻ. ചലച്ചിത്ര മേഖലയിലുള്ളവർ എന്ന് മാത്രം പറയാനാകില്ല. രാഷ്ട്രീയ രംഗത്തും മോഹൻലാൽ എന്ന വ്യക്തിയെ വളരെയധികം സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന നിരവധി പേർ അദ്ദേഹത്തിൻ്റെ അമ്മയെ അവസാനമായി കണ്ട് ആദരമർപ്പിക്കാൻ അവിടെ എത്തുന്നുണ്ടായിരുന്നു. ഈ വീടിന് ഒരുപാട് കാര്യങ്ങൾ മോഹൻലാലിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. 1978 മോഹൻലാലിൻ്റെ ആദ്യത്തെ സിനിമയായ തിരനോട്ടം ചിത്രീകരിച്ചത് ഈ വീട്ടിൽ വെച്ചാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വീടിന് മുന്നിലുള്ള റോഡിലൂടെ സൈക്കിൾ മോഹൻലാൽ ചവിട്ടി വരുന്ന രംഗമാണ് അത്ര ആദ്യം ചിത്രീകരിച്ചത്. അന്ന് തിരനോട്ടത്തിൻ്റെ ഷൂട്ടിംഗ് പുറത്ത് നടക്കുമ്പോൾ ഇതൊക്കെ നോക്കിക്കണ്ട അമ്മ വീട്ടിലുണ്ടായിരുന്നു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ അഭിനയിക്കാൻ മോഹൻലാൽ തുടങ്ങുന്നതിന് മുൻപ് ഹിൽ വ്യൂവിലെത്തി അമ്മയുടെയും അച്ഛൻ്റെയും അനുഗ്രഹം തേടിയിരുന്നു. പലപ്പോഴും പല അഭിമുഖങ്ങളിലും വീടിനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ മോഹൻലാൽ വളരെയധികം വാചാലനാകുമായിരുന്നു. അമ്മയുള്ള സ്വന്തം വീട് തരുന്ന സുഖവും സമാധാനവും ഒരു ഹോട്ടലിനും തരാനാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പലപ്പോഴും മനസ്സിനെ തണുപ്പിക്കുന്ന ഒരു ഇടം തന്നെയായിരുന്നു തനിക്ക് ഹിൽ വ്യൂ എന്ന വീട്. ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: അച്ഛൻ കെ വിശ്വനാഥൻ നായരുടെ മരണത്തിന് ശേഷം ഒറ്റപ്പെട്ടു പോയ അമ്മ ശാന്തകുമാരിയെ നിർബന്ധിച്ചാണ് കൊച്ചിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ ആ വീട്ടിലേക്ക് തൻ്റെ യാത്രയ്ക്കായി അമ്മ എത്തിയിരിക്കുകയാണ്. വീണ്ടും അവിടെ തന്നെ അച്ഛനെ അടക്കിയ സ്ഥലത്ത്, അച്ഛൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടത്ത് തന്നെ, ഒപ്പം അദ്ദേഹത്തിൻ്റെ സഹോദരൻ, മോഹൻലാലിൻ്റെ സഹോദരൻ പ്യാരിലാൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടത്ത് തന്നെയാണ് അമ്മയ്ക്കും അന്ത്യനിദ്രയ്ക്കുള്ള സ്ഥലം ഒരുക്കുന്നത്, അമ്മയുടെയും അന്ത്യവിശ്രമം ഒരുക്കുന്നത്. അവിടെയാണ് ബാക്കി ചടങ്ങുകൾ നടക്കുക. ഇന്ന് വൈകുന്നേരമാണ് ഇവിടെ ബാക്കി ഉള്ള ചടങ്ങുകൾ നടക്കുക. എന്തായാലും ഇപ്പോഴും അനുസ്യൂതം അവിടെ ഹിൽ വ്യൂ എന്ന വീട്ടിന് മുന്നിൽ മോഹൻലാലിൻ്റെ അമ്മയെ ഒരു നോക്ക് കാണാൻ ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സിനിമാ ലോകം ഒന്നടങ്കം എത്തുകയാണ്. പലയിടത്തും നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ പ്രമുഖരായ വ്യക്തികൾ, അവരുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് മീഡിയയും അതുപോലെ പലരും അവിടെ തള്ളിക്കയറി അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന കാഴ്ചകൾ കണ്ടിരുന്നു. പക്ഷേ ഇവിടെ മോഹൻലാലിൻ്റെ വീട്ടിൽ ഇന്ന് വളരെ ചിട്ടയോടുകൂടിയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഒരു ആരുടെയും ഇടപെടലുകളില്ലാതെ, തള്ളിക്കയറ്റങ്ങളില്ലാതെ
വളരെ ചിട്ടയോടെ ആ അമ്മയുടെ ഭൗതിക ശരീരത്തിന് ഒരു ആദരവ് അർപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് അവിടെ വന്നിരുന്ന ഓരോ വ്യക്തികളും, മാധ്യമങ്ങൾ ഉൾപ്പെടെ പെരുമാറിയിരുന്നത്. കാരണം അവിടെ അങ്ങനെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ശരിക്കും മരണ വീടുകളിൽ ആവശ്യമുള്ള ഒരു ചിട്ട ഇന്ന് മോഹൻലാലിൻ്റെ വീട്ടിൽ കാണാൻ സാധിച്ചു. മകൻ പ്രണവ് എത്തിയിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് പേർ അദ്ദേഹത്തിനെ കാണാൻ, സിനിമാ മേഖലകളിൽ നിന്നുള്ള ഒരുപാട് പേർ എത്തുന്ന കാഴ്ച നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വൈകുന്നേരം 4 മണിയോടുകൂടി അമ്മ ശാന്തകുമാരിയുടെ സംസ്കാരം മുടവൻമുകളിലെ വീട്ടുവളപ്പിൽ നടക്കും എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയാണ് ശാന്തകുമാരിയുടെ വിയോഗം. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് മോഹൻലാലിൻ്റെ അമ്മ മരിക്കുന്നത്.